ഇന്നില്ലേ നമ്മളെ വീട്ടിൽ കുറേ ചാമ്പക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഒന്ന് ചാമ്പക്കയായിട്ട് ഒരു അച്ചാർ തയ്യാറാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എൻ്റെ അടുത്ത് നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിൽ ഞാൻ കുറച്ച് കടുക് ഇടുകയാണ്. 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ് അതുകൂടി ചേർക്കുകയാണ്. എന്നിട്ട് നല്ലൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാ കടുകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചാമ്പക്ക ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ചാമ്പക്ക 2-3 മിനിറ്റായി എണ്ണയിൽ ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് അച്ചാർ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അച്ചാറിൻ്റെ പൗഡറാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എൻ്റെ അടുത്ത് കായമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അച്ചാർ പൊടി ചേർത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിന് പകരം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കായപ്പൊടിയും ഒരു ലേശം ഉലുവപ്പൊടിയും കൂടി ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അത് അച്ചാർ പൊടി ചേർത്തത് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടീസ്പൂൺ പഞ്ചസാരയാണ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സാക്കുക കേട്ടോ. ഇനി ഇതാ ലാസ്റ്റായിട്ട് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുകയാണ്. വിനാഗിരി ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മളെ ചാമ്പക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് 2 ദിവസമൊക്കെ കഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പം അതാണ് ഈ പുളിയും ഇതൊക്കെ ചാമ്പക്കമ്മലേക്ക് പിടിക്കുകയുള്ളൂ. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ.